ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓൺലൈനിൽ കണ്ട ഈ ഒരു സെറാമിക് വേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ വില കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. അപ്പൊ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കണോ? എങ്കിൽ പിന്നെ നമുക്കിത് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ആദ്യം തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. ശേഷം അതിൽ നമുക്ക് എത്ര വലിപ്പത്തിലാണോ വേസ് വേണ്ടത് അതിനനുസരിച്ചിട്ടൊന്ന് വരച്ചെടുക്കാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പൊ ഞാനിതാ വേസ് വരച്ചെടുത്തിട്ടുണ്ട്. വേസിന്റെ നടുഭാഗത്തായിട്ട് ഒരു ഹോൾ ഉണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് വരച്ചെടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ വരാനാണ് പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് വരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം ആ ഒരു വേസിന്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ഉൾവശം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഉൾവശം കൂടി കട്ട് ചെയ്തിട്ട് വേസിന്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് കാർഡ്ബോർഡ് പീസ് ആണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് ആ ഒരു വേസ് കാർഡ്ബോർഡിലേക്ക് വരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗം കാർഡ്ബോർഡിന്റെ മുകളിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം. അങ്ങനെ ഇതാ കറക്റ്റ് ആ ഒരു വേസിന്റെ ഷേപ്പ് കാർഡ്ബോർഡിലും വരച്ചെടുത്തിട്ടുണ്ട്. ശേഷം കുറച്ച് കാർഡ്ബോർഡ് പീസ് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വേസ് എത്ര തിക്നെസ്സിലാണോ വേണ്ടത് ആ ഒരു അളവിൽ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പൊ എല്ലാ കാർഡ്ബോർഡ് പീസും ഒരേ അളവിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് ആയതിനാൽ കാർഡ്ബോർഡിന്റെ ഒരു ലെയർ കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ കാർഡ്ബോർഡ് പീസ് തമ്മിൽ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഞാനൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നീളത്തിലുള്ള കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പൊ പിന്നെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ കാർഡ്ബോർഡ് പീസ് നമ്മൾ വരച്ചെടുത്തതിന്റെ മുകളിലൂടെ ഒട്ടിച്ചെടുക്കണം. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ നീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കണം. കൂടാതെ വരച്ചെടുത്ത ഷേപ്പിനനുസരിച്ച് ബേസിന്റെ ഷേപ്പ് മാറാതെ ഒട്ടിച്ചെടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഇത് വരച്ചെടുത്ത ഭാഗം കംപ്ലീറ്റ് കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ബേസിന്റെ ടോപ്പ് ഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഭാഗം കാർഡ്ബോർഡ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനായി കാർഡ്ബോർഡ് ഇതുപോലെ ചുരുട്ടിയെടുത്ത് ഹോളിനുള്ളിലൂടെ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്ത് ടച്ച് ചെയ്യാത്ത വിധം സ്പേസ് ഇട്ടിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് വഴിയെ മനസ്സിലാവും. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത്. വൈറ്റ് സിമെന്റ് ആണ് കേട്ടോ. ഇത് ഒരു പാത്രത്തിൽ കുറച്ച് വൈറ്റ് സിമെന്റ് എടുക്കുക. അളവൊന്നും നോക്കിയില്ല കേട്ടോ. ഏകദേശം നമ്മുടെ ബേസിന്റെ തിക്നെസ് നോക്കി എടുത്തതാണ്. ഇനി ഇത് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാത്ത വിധം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഒത്തിരി വെള്ളമായി പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കിയ മോൾഡിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒട്ടിച്ചെടുത്ത കാർഡ്ബോർഡ് കംപ്ലീറ്റ് ഫില്ലാവും വിധം വൈറ്റ് സിമെന്റ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതാ മുഴുവനായും വൈറ്റ് സിമെന്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഭാഗത്ത് കാർഡ്ബോർഡ് ഫില്ല് ചെയ്തതിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നതുകൊണ്ട് കുറച്ച് ലീക്കായി പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇനി ഇതൊന്ന് നന്നായി ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ വൈറ്റ് സിമെന്റ് നന്നായി ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 8 മണിക്കൂർ എടുത്തു കേട്ടോ ഇതൊന്ന് ഉണങ്ങി സെറ്റ് ആവാൻ. ഇനി നമുക്ക് ഒട്ടിച്ചെടുത്ത കാർഡ്ബോർഡ് പതുക്കെ ഒന്ന് മാറ്റി നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ. കാരണം എന്താകുമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത്. സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ മുഴുവനായി എടുക്കുമ്പോൾ പൊട്ടിപ്പോകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എങ്ങനെയാണോ വരച്ചെടുത്തത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനായി ഒരു നൈഫ് എടുത്തിട്ട് സൈഡ് കൂർത്ത ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. കൂടുതലായി കട്ട് ചെയ്ത് കളഞ്ഞ് ഷേപ്പ് മാറിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കണേ. അപ്പൊ ഇതാ കണ്ടില്ലേ, എല്ലാ ഭാഗവും കട്ട് ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സാൻഡ് പേപ്പർ എടുത്തിട്ട് എല്ലാ ഭാഗവും ഉരച്ച് സ്മൂത്ത് ആക്കി എടുക്കാം. അപ്പൊ നടുഭാഗത്തെ ഹോളിന്റെ ഭാഗമാണ് കുറച്ചുകൂടി നീറ്റായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ വരേണ്ടത്. അതുപോലെ സൈഡ് ഭാഗവും. അപ്പൊ സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. നൈഫ് വെച്ച് കട്ട് ചെയ്തപ്പോൾ ഉണ്ടായ കലയൊക്കെ മാറി സ്മൂത്ത് ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ബേസ് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി നമുക്കിതിൽ കളർ ചെയ്തെടുക്കാം. വൈറ്റ് കളർ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വാർണിഷ് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ചെയ്ത വർക്ക് ഒത്തിരി കാലം കേടുകൂടാതെ നീണ്ടു നിൽക്കാൻ വാർണിഷ് അപ്ലൈ ചെയ്യുക. വൈറ്റ് സർഫേസ് ആയതുകൊണ്ട് ഇവിടെ ഞാൻ ഡെക്കർ വാർണിഷ് ആണ് അപ്ലൈ ചെയ്യുന്നത്. വാർണിഷിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് വാർണിഷ് കൂടി അപ്ലൈ ചെയ്തിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് കണ്ടിട്ട് നമ്മൾ നേരത്തെ കണ്ട വേസ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ. അപ്പൊ ഇത്രയുള്ള കാര്യം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.